നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. കാരണം നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, if you are an atheist, this video is not going to be a useful video for you. You can't find any logic in this video. Okay, so let's get into it. So fear is an anticipation of an unideal outcome. That's it is. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഫിയർ, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ലെസ് ടു പുട്ട് എഫേർട്ട് ഇൻ ഫിയർ ഇഫ് വി ആർ നോട്ട് ഗോയിങ് ടു ദ സോഴ്സ്. ഫിയർ ഉണ്ടാകാനുള്ള റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും ഫിയറിൻ്റെ കേസിൽ യാതൊരു കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് ഫിയർ ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? വൈ യു ആർ ഗെറ്റിംഗ് ഫിയർ? ആ റീസൺ എന്താണ്? ഓക്കെ, ബിക്കോസ് വി മസ്റ്റ് ഗോ ടു ദ റൂട്ട്സ് ആൻഡ് റിപ്പ് ദം ഓഫ്. ഇപ്പോൾ മേ ബി നിങ്ങൾ നീറ്റ് എഴുതുന്ന ആളുകളാണെങ്കിൽ നീറ്റ് എക്സാമിൽ ഫെയിൽ ആകുമോ എന്നുള്ള ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഫിയർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫെയിൽ ആകുമോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഫിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫെയിൽ ആകുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫെയിലാകുന്നതിനെ നിങ്ങളൊരു നല്ല ഇമേജല്ല കൊടുത്തത്. ഓക്കെ, ഫെയിലാകുന്നതിനെ നിങ്ങൾ ഒരു നല്ല രീതിയിലല്ല കാണുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഫെയിലാകുന്നതിനെ പേടിക്കുന്നത് അല്ലേ? ബിക്കോസ് യു തിങ്ക് ദാറ്റ് ഫെയിലിയർ ഈസ് നോട്ട് എ ഐഡിയൽ ഔട്ട്കം. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിട്ട് നിങ്ങൾ ഫെയിലിയറിനെ നിങ്ങൾ കാണുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് യു അസ്യൂം ദാറ്റ് യു നോ വാട്ട് ഈസ് ഗുഡ് ഫോർ യു. നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം അതാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്കറിയാം നമുക്ക് നല്ലത് എന്താണ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് പെർസ്പെക്റ്റീവ് ഈസ് ദ പ്രോബ്ലം. That perspective of thinking that like we know what is good for us, that perspective is the problem. That perspective is creating fear. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഫെയിലിയറിനെ ഒരു നല്ല കാര്യമല്ലാതെ കാണുന്നതും അത് കാരണമായിട്ട് നിങ്ങൾക്ക് ഫിയർ ഉണ്ടാകുന്നതും. സോ എക്സാക്ട് റീസൺ ഈസ് ദാറ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ വി ഫൗണ്ട് ഔട്ട് ദ റീസൺ, സോ വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് റൈറ്റ്. ഓക്കെ, സോ എങ്ങനെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം? ഈ ഒരു പെർസ്പെക്റ്റീവാണ് പ്രോബ്ലം. ഞാനൊരു സിനാരിയോ ഇവിടെ പറയാം. ഓക്കെ, ഈ ഒരു സിനാരിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഇൻ്റർവ്യൂവർ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം മംബ്ലിംഗ് ആയിട്ട് സംസാരിച്ചു. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഫെയിലായി. ഓക്കെ, പക്ഷേ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് വേറൊരു ജോബ് ഓഫർ വരികയാണ്, വേറൊരു ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു ഓഫർ വരികയാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ ഇത്തവണത്തെ ഇൻ്റർവ്യൂ നടത്തുന്ന കമ്പനി മുന്നത്തെ ഇൻ്റർവ്യൂ നടത്തിയ കമ്പനിയേക്കാൾ മികച്ചൊരു കമ്പനിയാണ്. എല്ലാ നിലക്കും നല്ല സാലറി കൊടുക്കുന്നുണ്ട്, നല്ല ടൈം ഫ്രീഡം കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ നിലക്കും മികച്ചൊരു കമ്പനിയാണ്. ഓക്കെ, ഒരു ഡ്രീം കമ്പനിയാണ്. ഓക്കെ, ആൻഡ് ഗസ് വാട്ട്, ഹി അറ്റംപ്റ്റഡ് ദ ഇൻ്റർവ്യൂ ആൻഡ് ഹി നെയിൽഡ് ഇറ്റ്. വളരെ മികച്ച പെർഫോമൻസ് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ കാഴ്ചവെച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായത് കാരണമായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തോറ്റത്, ഫെയിലായത്, അതൊരു നല്ല കാര്യമാണോ അതോ ഒരു ചീത്ത കാര്യമാണോ? ഇസ് ഇറ്റ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? ഓക്കെ, ദ പോയിന്റ് ഐ എം ട്രൈങ് ടു ടെൽ യു ദാറ്റ് എ ഫെയിലിയർ ഈസ് നോട്ട് ഓൾവേസ് എ ബാഡ് തിങ്. ഓക്കെ, ഈ ഒരു കേസിൽ നിങ്ങൾ കണ്ടു, ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് ആ ഒരു ഫെയിലിയർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദ അസംഷൻ ഓഫ് തിങ്കിങ് ദാറ്റ് വി നോ വാട്ട് ഈസ് ഗുഡ് ഫോർ us ആൻഡ് വാട്ട് ഈസ് ബാഡ് ഫോർ us ഈസ് എ റോങ് അസംഷൻ. ഓൺലി ഗോഡ് നോസ് വാട്ട് ഈസ് ഗുഡ് ഫോർ us ആൻഡ് വാട്ട് ഈസ് ബാഡ് ഫോർ us. സോ വി മസ്റ്റ് ട്രസ്റ്റ് ഹിം ആൻഡ് വി ഷുഡ് ഗീവ് അവർ ബെസ്റ്റ്. ദാറ്റ്സ് അവർ പാർട്ട്. ഓക്കെ, അത് നമ്മുടെ പാർട്ടാണ്. നമ്മൾ ആ ഒരു പാർട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. അത് എക്സാംസിനാവട്ടെ എന്ത് കാര്യത്തിനാവട്ടെ നമ്മൾ നമ്മളെ ബെസ്റ്റ് അതിന് കൊടുക്കുക. റെസ്റ്റ് ഈസ് വിത്തിൻ ഗോഡ്. ഓക്കെ, വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. റെസ്റ്റ് ഈസ് വിത്തിൻ ഗോഡ് ആൻഡ് വി മസ്റ്റ് ട്രസ്റ്റ് ഹിം. സോ ദാറ്റ്സ് ടുഡേയ്സ് വീഡിയോ. Thank you for watching. Do subscribe and like this video. Thank you.